എന്നാൽ ഈ വ്ളോഗർമാർ ശബ്ദത്തിന്റെ വ്യതിയാനം, അതിശയോക്തി കലർന്ന ശരീരഭാഷ, തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ തലക്കെട്ടുകൾ, തമ്പനെയിൽസ് ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. പ്രേക്ഷകരുടെ മനസ്സിനെ ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം കണ്ടന്റുകൾക്ക് കാണികളും ഷെയർ ചെയ്യാൻ ആളുകളും ഉള്ളത് കൊണ്ടാണ് ഇവ നിലനിൽക്കുന്നത് തന്നെ. ആരോഗ്യകരമായ ആശയവിനിമയം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കുന്ന ഒന്നാണല്ലോ. എന്നാൽ ഈ റിയാക്ഷൻ വീഡിയോകൾ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകളാണ് സത്യത്തിൽ നടത്തുന്നത്. മറ്റൊന്ന്, ശ്രദ്ധ പിടിച്ചു പറ്റാനായി നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കുന്നതാണ്. ഇന്ന് പലർക്കും ആശയവിനിമയം എന്നത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു വഴി മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നതാണ് ഇത്തരം ആളുകളുടെ ശൈലി തന്നെ. അതായത് നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കുന്ന ഒരു രീതിയാണ്, അപകടകരമായ രീതിയാണ്. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ അയാൾക്കുണ്ടായ ഒരു അനുഭവം അത് പങ്കുവെക്കുമ്പോൾ ആ അനുഭവം ഉണ്ടായ ആൾക്കാണല്ലോ അത് പറയാൻ പരിപൂർണമായും അവകാശം, ഒരു സംശയവുമില്ല. എന്നാൽ നമ്മുടെ റിയാക്ഷൻ വ്ളോഗർമാർ ചെയ്യുന്നത് മറ്റൊരാളുടെ വ്യക്തി ജീവിതത്തെ അല്ലെങ്കിൽ കഥയെ വളരെ തന്ത്രപരമായി അപഹരിച്ച് സ്വന്തം വരുമാനത്തിനായി അതിനെ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതുകയാണ് അവർ ചെയ്യുന്നത്. ഈ പ്രവണത നമ്മുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ വല്ലാതെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ്, അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഇതില് കണ്ണിനെയും അല്ലെങ്കിൽ നമ്മുടെ കാതിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനഃശാസ്ത്രപരമായ ഒരുപാട് കളികളുണ്ട് കേട്ടോ. കൃത്യമായ വിവരങ്ങൾ കൈമാറുക എന്നതാണല്ലോ ശരിയായ ആശയവിനിമയം എന്ന് പറയുന്നത്. എന്നാൽ ഈ വ്ളോഗർമാർ ശബ്ദത്തിന്റെ വ്യതിയാനം, അതിശയോക്തി കലർന്ന ശരീരഭാഷ, തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ തലക്കെട്ടുകൾ, തമ്പനെയിൽസ് ഒക്കെ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത്. പ്രേക്ഷകരുടെ മനസ്സിനെ ഇവർ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. ഇത് ധാർമ്മികമായി തികച്ചും തെറ്റ് തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകളുണ്ട്. ആരോഗ്യകരമായ ആശയവിനിമയം എപ്പോഴും രണ്ട് വ്യക്തികൾ തമ്മിൽ പരസ്പരം പങ്കുവെക്കുന്ന ഒന്നാണല്ലോ. എന്നാൽ ഈ റിയാക്ഷൻ വീഡിയോകൾ ഏകപക്ഷീയമായ അടിച്ചേൽപ്പിക്കലുകളാണ് സത്യത്തിൽ നടത്തുന്നത്. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് ഈ ബ്ലോഗർ നൽകുന്ന സ്വന്തം വ്യാഖ്യാനങ്ങൾ കാണികളിലേക്ക് കുത്തിവെക്കപ്പെടുകയും അത് വിദ്വേഷം നിറഞ്ഞ കമന്റുകളായി മാറി ഒരു വിഷയത്തെ വിഷയമയമായ ചുറ്റുപാട് ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രവണത ഉണ്ടാവുന്നു. വളരെ അപകടകരമായ ഒരു പ്രവണത. ഇനി അപൂർണമായ വിവരങ്ങൾ നൽകുന്നതാണ് മറ്റൊന്ന്. അതൊരു അപകടകരമായ പ്രവണത കൂടിയാണ്. യഥാർത്ഥ സന്ദർഭം മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു വ്യക്തിയുടെ വീഡിയോയിൽ നിന്നോ അത് കണ്ടിട്ട് വളരെ പെട്ടെന്ന് എടുക്കുന്ന ആ വീഡിയോയിൽ നിന്നോ സംസാരത്തിൽ നിന്നോ ചെറിയൊരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് അത് മുഴുവനായി കണ്ടുകൊണ്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടല്ല, ചെറിയ ഭാഗം എടുത്തുകൊണ്ട് അതിന് തെറ്റായ അർത്ഥം നൽകി അവതരിപ്പിക്കുന്നത് ആളുകളെ വലിയ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇതൊരു വലിയ തെറ്റായ പ്രവണതയാണ്. മറ്റൊന്ന്, ശ്രദ്ധ പിടിച്ചു പറ്റാനായി നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കുന്നതാണ്. ഇന്ന് പലർക്കും ആശയവിനിമയം എന്നത് ആളുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനുള്ള ഒരു വഴി മാത്രമാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നതാണ് ഇത്തരം ആളുകളുടെ ശൈലി തന്നെ. അതായത് നെഗറ്റിവിറ്റി വിറ്റ് കാശാക്കുന്ന ഒരു രീതിയാണ്, അപകടകരമായ രീതിയാണിത്. സ്വകാര്യതയും അതിർവരമ്പുകളും പരിശോധിച്ചാൽ അത് നോക്കിക്കഴിഞ്ഞാൽ മറ്റൊരാളുടെ വ്യക്തി ജീവിതം എന്നത് ഒരിക്കലും മറ്റുള്ളവർക്ക് ആസ്വദിക്കാനോ പ്രതികരിക്കാനോ ഉള്ളതല്ല എന്ന് ഒരു പൊതുസ്വത്വമല്ല, അത് അവരുടെ സ്വത്താണ്. ആരോഗ്യകരമായ ആശയവിനിമയത്തിൽ വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് വലിയ സ്ഥാനവുമുണ്ട്. റിയാക്ഷൻ വീഡിയോകൾ പലപ്പോഴും ഈ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെടുന്നത് നമുക്ക് കാണാവുന്നതാണ്. വികാരങ്ങളെ ചൂഷണം ചെയ്യുന്നതാണ് മറ്റൊന്ന്. പ്രേക്ഷകരിൽ നെഗറ്റീവ് വികാരങ്ങൾ ഇളക്കി വിട്ടാണ് ഇത്തരം വീഡിയോകൾ വിജയിക്കുന്നത് തന്നെ. കാഴ്ചക്കാരെ കൂട്ടാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും മറ്റൊരാളുടെ സങ്കടമോ അതല്ലെങ്കിൽ അയാളുടെ ഒരു പ്രതിസന്ധിയോ ഒരു വരുമാന മാർഗമായി കാണുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതൊരിക്കലും ശരിയല്ല. ഇനി വിമർശനങ്ങളും വ്യക്തിഗതയും നോക്കാം. ആശയങ്ങളോടോ പ്രവൃത്തികളോടോ വിമർശനങ്ങളാവാം, എന്നാൽ ഒരിക്കലും അത് വ്യക്തി ജീവിതത്തിനോടോ ആകരുത് എന്നതാണ്. റിയാക്ഷൻ ബ്ലോഗർമാർ പലപ്പോഴും സദാചാര പോലീസിംഗ് നടത്തി വ്യക്തിഹത്യയിലേക്ക് കാര്യങ്ങൾ ആളുകളെ എത്തിക്കുന്നു എന്നത് വലിയ അപകടകരമായ കാര്യമാണ്. സഹാനുഭൂതിയുടെ കുറവുണ്ട് കേട്ടോ. നല്ല ആശയവിനിമയം എപ്പോഴും പരസ്പര സ്നേഹത്തിലും സഹാനുഭൂതിയിലും എമ്പതിയിലും അധിഷ്ഠിതമായിരിക്കണം എന്നാണ്. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കുമ്പോൾ അത് ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന മാനസിക പ്രയാസങ്ങൾ ഇത്തരം വ്ളോഗർമാർ കാണാതെ പോവുകയാണ്. അവരുടെ വിഷമങ്ങൾ കാണുന്നില്ല എന്നതാണ്.
പ്രേക്ഷകരുടെ ഉത്തരവാദിത്വം ഇവിടെ വളരെ പ്രധാനമാണ്. ഇത്തരം കണ്ടന്റുകൾക്ക് കാണികളും ഷെയർ ചെയ്യാൻ ആളുകളും ഉള്ളത് കൊണ്ടാണ് ഇവ നിലനിൽക്കുന്നത് തന്നെ. നമ്മൾ എന്ത് കാണണം, എന്തിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അത് തീരുമാനിക്കാനുള്ള വിവേകം പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവണം എന്നാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഉത്തരവാദിത്വം, ആ ഒരേ ഒരു ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും പുലർത്തണം എന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.